എന്റെ അച്ഛന്റെ അമ്മേന്റെ മൂത്ത പുള്ളിയാണ് ഞാൻ. പോരാത്തേന് എന്റെ അമ്മേന്റെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയും ഞാൻ എന്റെ അച്ഛന്റെ കല്യാണത്തിന് മുന്നേ എന്റെ അച്ഛൻ തീരുമാനിച്ചൊരു കാര്യമാണെന്ന് പോലും. എനക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന പെൺകുട്ടിക്ക് ഞാൻ അഞ്ജലി എന്ന് പേരിടും. എന്റെ വീട്ടിൽ സ്റ്റുഡിയോ പോയിട്ട് എടുത്ത ചെറുപ്പത്തിലുള്ള ഫോട്ടോ എനിക്ക് മാത്രമേ ഇല്ലൂ. എന്തൊരു മഹത്തായ ജനനമല്ലേ. പക്ഷെ ഈ പ്രിവിലേജ് എല്ലാം 2 വയസ്സ് വരെ ഞാൻ അനുഭവിച്ചു. അപ്പത്തേക്ക് എന്റെ ഇളയതുങ്ങളെല്ലാം വന്നു. അതിന് ശേഷമാണ് മൂത്ത കുട്ടിയാവുന്നതിന്റെ ചതികൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. ഈ ഇളയതുങ്ങളെല്ലാം ഭാവി ഇൻഷുർ ചെയ്തിരിക്കുന്നത് എന്റെ നല്ല നടപ്പിലാന്ന് പോലും. ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഇളയതുങ്ങളൊന്നും മര്യാദക്ക് പഠിക്കൂലേ പോലും. എന്റെ അനിയത്തി വഴുതെറ്റി പോവുകയാണെങ്കിൽ അതിന്റെ ഒറ്റ ഉത്തരവാദിത്തം അനക്കാന്ന് പോലും. ഇതെല്ലാം പറഞ്ഞിട്ട് മര്യാദക്ക് ഒരു സിനിമക്ക് പോലും വിടൂലേ. ഈ പ്രഷറെല്ലാം കാരണം ഞാൻ ബെല്ലാണ്ടങ്ങ് വളർന്നു. ആ വളർച്ച കാരണം മര്യാദക്ക് ഒരു കുട്ടിക്കളി കളിക്കാൻ പോലും എന്റെ കുടുംബക്കാർ എന്നെ സമ്മതിച്ചില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. വേറെ ആരും നമ്മളെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നർ ചൈൽഡിനെ കീപ്പ് ചെയ്യേണ്ട ഒറ്റ ഉത്തരവാദിത്തം നമുക്ക് മാത്രം. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലവും ടീനേജെല്ലാം അങ്ങ് കടന്നു പോയെങ്കിലും ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞ് മുതുക്കി തള്ളയാണ് ഞാനെന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും പ്രത്യക്ഷത്തിൽ ഇപ്പൊ ഇല്ല. ഇതിനെല്ലാം കൂട്ടുക്കുന്ന ഒരു ഭർത്താവ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം. ഇനി ഇങ്ങനത്തെ യാതൊരു സപ്പോർട്ടും ഇല്ലാണ്ട് സ്വന്തമായിട്ട് പാമ്പർ ചെയ്യുന്ന എൽഡസ്റ്റ് ചൈൽഡുകളെ ഈ മദേഴ്സ് ഡേ എന്ന് പറയുന്നത് അമ്മമാർക്ക് മാത്രമല്ല, സ്വന്തം ഇന്നർ ചൈൽഡിനെയും വീട്ടിലുള്ള ബാക്കി വാനില ചെടികളെയും ഒരുപോലെ മദർ ചെയ്യുന്ന നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതാണ്. ആയതിനാൽ എപ്പോ ഇങ്ങനെ സീരിയസ് അഡൽട്ട് ഷിറ്റും ചെയ്ത് അനിയത്തിമാരെയും അനിയന്മാരെയും ഉപദേശിച്ച് സമയം കളയാണ്ട് അവരെയെല്ലാം കുത്തിന് പിടിച്ചൊരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് അങ്ങ് വാങ്ങാൻ നോക്ക്. തൽക്കാലം ഇപ്പൊ അത്രയേ ഉള്ളൂ. പോയിട്ട് എപ്പെങ്കിലും വരാം.